നമസ്കാരം. ആദ്യമായി വെള്ളിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു മാമ്പഴ പുളിശ്ശേരി വെച്ചാലോ? അപ്പം അതിലേക്കായിട്ട് ഞാൻ 4 ചെറിയ മാമ്പഴമാണ് എടുത്തേക്കുന്നത്. നല്ല പഴുത്ത മാമ്പഴം. അത് തൊലിയെല്ലാം റിമൂവ് ചെയ്തിട്ട് ചട്ടിയിലാണ് വയ്ക്കുന്നത്. അതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്ത് 1 കപ്പ് വെള്ളവും ചേർത്തിട്ട് ഞാൻ അത് അടുപ്പിലാണ് വയ്ക്കുന്നത്. ഇന്ന് ഒരു 3 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പം അതിന് അരപ്പിനായിട്ട് ഞാനൊരു 7-8 ചുവന്നുള്ളിയും ഒരു 1 കപ്പ് തേങ്ങയും പിന്നെ കുറച്ച് ജീരകവും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം അരച്ച് നന്നായിട്ട് അങ്ങ് നല്ലപോലെ അരയേണ്ട, ഒരു ചെറിയ അരപ്പിൽ അരച്ചിട്ട് നമ്മൾ അവിയലിനൊക്കെ ചേർക്കുന്നതിനേക്കാൾ അല്പം കൂടെ അരഞ്ഞാൽ മതി. നമ്മളിതിലേക്ക് ചേർത്ത് വീണ്ടും തിളപ്പിച്ചൊന്ന് കുറുകുന്ന സമയത്തേക്ക് നമ്മൾ കുറച്ച് ശർക്കര ചേർത്തിട്ട് ഞാൻ 2 കപ്പ് തൈര് ഉടച്ച് ഇതിലേക്ക് കൊണ്ടുവന്ന് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നമ്മൾ തിളപ്പിക്കണ്ട. അപ്പം തീയെല്ലാം നമ്മൾ കുറയ്ക്കണം. എന്നിട്ട് ഒരു 1/4 സ്പൂണ് ഉലുവാപ്പൊടി ചേർത്തു. എന്നിട്ട് നമ്മൾ കുറച്ച് ചില്ലി ഫ്ലേക്സ് കടുക് വറക്കുന്നതിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അത് കടുക് വറുത്തിട്ട് കഴിയുന്നുണ്ടേ. അപ്പം നമ്മൾ കടുക് വറുത്ത് ഇതിലേക്ക് ഒഴിച്ചു. അപ്പം ഇത് നല്ല ടേസ്റ്റിയാണ്. എൻ്റെ മോൾക്കും കൊച്ചുമോനും ഏറ്റവും ടേസ്റ്റിയാണ്. മോള് പറഞ്ഞിട്ടാണ് ഞാൻ വെച്ചത്. അപ്പോൾ എന്ത് ടേസ്റ്റിയാണെന്നറിയാമോ? ഞാൻ ഇത് അങ്ങനെ കഴിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ മോള് പറഞ്ഞിട്ട് വെച്ചിട്ടാണ്. എനിക്കും വളരെ ഇഷ്ടപ്പെട്ടു. അപ്പം ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. ആ മാമ്പഴത്തിന് എന്തോരം സ്വാദാണെന്നറിയാമോ? അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. എന്നിട്ട് എന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു ശുഭരാത്രി ആശംസിക്കുന്നു.